ഞാനിന്ന് ഇവിടെ ഒരു വെജിറ്റബിൾ വെച്ചൊരു സ്റ്റൂ ആണ് ഉണ്ടാക്കാൻ പോണത്. ഇത് കുറച്ച് കടലയാണ്, ഒരു 50 ഗ്രാം കടല കുതിർത്ത് വെച്ചത്, കുറച്ച് തേങ്ങ വേണം, ഇത് പട്ട വേണം, അതുപോലെ തന്നെ 4-5 കഷ്ണം ഇത് വേണം, പട്ട വേണം, ഒരു ഉരുളക്കിഴങ്ങ് വേണം, ഒരു സവാള, ഒരു തക്കാളി, എരിവിന് 3-4 പച്ചമുളക്, ഒരു ക്യാരറ്റ്. ഇത്രയും മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. നമുക്ക് ആവശ്യമായിട്ടുള്ളത് കറി മസാല വേണം, പൊടിച്ച് വെച്ചതാണ്. അപ്പോൾ നമുക്ക് ഇനി ഇതിനെല്ലാം അരിഞ്ഞ് വൃത്തിയാക്കി കൊണ്ടുവരാം. ഹലോ ഫ്രണ്ട്സ്, നമ്മളിതെല്ലാം ഇതേപോലെയാണ് അരിയേണ്ടത്. ചെറുതായിട്ട് കുനുകുന അരിയണം എല്ലാം. അതുപോലെ സവാള, തക്കാളി, നമ്മളിതെല്ലാം പച്ചമുളക് എല്ലാം അരിഞ്ഞിട്ടുണ്ട്. നമുക്കിനി അടുപ്പ് ഗ്യാസ് കത്തിച്ച് തുടങ്ങാം. ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഗ്യാസ് കത്തിച്ച് കുക്കർ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഹലോ ഫ്രണ്ട്സ്, നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഗ്യാസ് ചൂടായിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ഈ പട്ടയും തക്കോളും കൂടി ഇട്ട് കൊടുക്കാം. ഇതാ 4 കഷ്ണം ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു മണം കിട്ടാൻ വേണ്ടിയാണ്. നമുക്ക് അതിനകത്തോട്ട് ഈ സവാള ഇട്ട് കൊടുക്കാം. സവാളയുടെ പച്ചപ്പൊന്ന് മാറാൻ വേണ്ടിയാണ്. എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ചെവ വരും സവാളയുടെ. നമുക്ക് ഇത് ഒരുപാടെല്ലാം സാധനങ്ങളൊന്നും വശക്കുന്നില്ല. നമുക്കിതൊന്ന് വഴച്ച് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ശകലം ഉപ്പിട്ട് കൊടുക്കാം. ഇതൊന്ന് പച്ചപ്പ് മാറാൻ വേണ്ടിയാണ്. നമുക്കിതൊന്ന് ഇളക്കി ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ ഒരു പച്ചമണം ഒന്ന് മാറിയതിന് ശേഷം നമുക്ക് ബാക്കി വെജിറ്റബിൾ ഇട്ട് കൊടുക്കാം. നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം, ക്യാരറ്റ് ഇട്ട് കൊടുക്കാം, അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ്, എല്ലാ വെജിറ്റബിളും നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിന് മെയിനായിട്ടുള്ള സാധനം ഇട്ട് കൊടുക്കാം. കുതിർത്ത് കഴുകി വെച്ചതാണ്, 50 ഗ്രാം വെള്ളക്കടലയാണ്. എല്ലാം കണ്ടാണ് ഇതിട്ട് കൊടുക്കാം. നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. മഞ്ഞൾപ്പൊടിയുടെ ഒരു പച്ചപ്പൊന്ന് മാറി കിട്ടാൻ വേണ്ടി നമുക്കൊന്ന് നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നമുക്കിനി ഇതിൻ്റെ കൂടെ ഒരു പാത്രം വെള്ളം, കുറച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇത്രയും വെള്ളമാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. നമുക്കിനി ഇത് അടച്ച് ഒരു 3-4 വിസിൽ കേൾക്കുന്നേരം വേവിച്ചെടുക്കാം. ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ കുക്കറെല്ലാം കുക്കർ താഴെ ഇറക്കിയിട്ട് നല്ല വെന്ത് ഇതേപോലെ നല്ല ഇതായിട്ട് അടിപൊളിയായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. കടലയെല്ലാം നല്ലതാണ്, വെന്ത് നല്ലതായിട്ടൊന്നും ഈ കടല ഇട്ടെന്നേ അറിയില്ല. നല്ല ഒരു ടേസ്റ്റാണ് ഈ കറി. നമുക്ക് ഇതിനകത്തോട്ട് ഇനി ആവശ്യത്തിന് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം. നമുക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അരങ്ങി ഉടച്ചു കൊടുക്കാം. നമുക്ക് ഇപ്പോൾ നല്ല കുഴമ്പ് പരുവത്തിലാണ്ടിരിക്കണം. കുറച്ചൊക്കെ വെന്ത് ഇതെല്ലാം അലിഞ്ഞു പോയി ഉരുളക്കിഴങ്ങ് നല്ലതായിട്ടുണ്ട്. നമുക്കിനി തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം. കുറച്ച് ആവശ്യത്തിന് നിങ്ങൾ അനുസരിച്ചെടുക്കാം. ഇത്രയും തേങ്ങാപ്പാൽ ഞാൻ ഒഴിക്കണം, വെള്ളം അനുസരിച്ച്. നമുക്കിതിലോട്ട് ആവശ്യത്തിന് കറി മസാല ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ കറി മസാല ഇടണം. നമുക്കിനി ഇളക്കി യോജിപ്പിക്കാം. ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി. നമ്മളെ കറി ഇവിടെ റെഡിയായി. എത്രയും പെട്ടെന്ന് നമുക്കിത് ഉണ്ടാക്കാൻ പറ്റും. സൂപ്പർ കറിയായി. നമുക്കിനി നമ്മൾ തേങ്ങാപ്പാലെല്ലാം ഒഴിച്ച് കറക്റ്റായിട്ട് കറി പാകത്തിന് കിട്ടിയിട്ടുണ്ട്. അടിപൊളി കറിയാണ്. നമുക്ക് ചപ്പാത്തിക്കോ ദോശയ്ക്കോ പൂരിക്കോ നമുക്ക് കറി ഇതാ റെഡിയായി ഇറക്കാം. നമുക്കിനി കടു വറുക്കാറുണ്ട്. കടു വറുക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ആവശ്യത്തിന്. കടുക് ഇട്ട് കൊടുക്കാം. കുറച്ച് ഉള്ളി ഇട്ട് കൊടുക്കാം.
മുളക് പൊടി കറിക്ക് വെക്കാം. അതായില്ല ഇല്ല. 4 വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം. നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇളക്കി വേവിപ്പിക്കാം. സ്റ്റൗ ഓഫ് ചെയ്ത് നമുക്ക് കണ്ട് നമ്മുടെ കറി ഇവിടെ ഇതാ കടല വെച്ചുള്ള സ്റ്റൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനകത്ത് സവാള ഉണ്ട്, അതുപോലെ തന്നെ പച്ചമുളക്, ഉരുളക്കിഴങ്ങ്, സവാള, ഉരുളക്കിഴങ്ങ്, ക്യാരറ്റാണ് കൂടുതൽ. നമുക്ക് നല്ല ഒരു ടേസ്റ്റും മധുരമൊക്കെയാണ്. കടുവറുത്തിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്, സൂപ്പറാണ്. ഇത് ചപ്പാത്തിക്കും അതുപോലെ തന്നെ പൂരിക്കോ ഇപ്പോൾ ദോശയ്ക്കോ ഇഡ്ഡലിക്കോ ഗോതമ്പ് ദോശ എന്തിന് വേണമെങ്കിൽ നമുക്കിത് കൂട്ടി കഴിക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളിയാണ്. നല്ല സൂപ്പർ ടേസ്റ്റായ നല്ല ഒന്നാന്തര സൂപ്പർ കറിയാണ്. അടിപൊളി കറിയാണ്, നല്ല കറിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം.